ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും, ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും, ഓൺലൈനിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ, ഇതിനുശേഷമായിട്ട് ആരെങ്കിലും ഈ ശുശ്രൂഷ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ളവർ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വന്ദനം. ദൈവം ഇന്ന് രാത്രി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു തിരുവെഴുത്താണ് ഇവിടെ പൊതുവിൽ വായിച്ച് കേട്ടത്. 2-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ തിരുവെഴുത്താണ്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പി. ഈ 2-ാം സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ ഇല്ല. എന്നാൽ ഒരു സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് അതിൻ്റെ ഹെഡിങ്ങിൽ ഇല്ലെങ്കിൽ അതിൻ്റെ മുൻപുള്ള സങ്കീർത്തനവും പിൻപുള്ള സങ്കീർത്തനവും പഠിക്കണം. മുൻപും പിൻപുമുള്ള സങ്കീർത്തനങ്ങൾ എഴുതിയ വ്യക്തിയായിരിക്കും ഈ തലക്കെട്ടില്ലാത്ത സങ്കീർത്തനവും എഴുതിയത് എന്നാണ് വേദപണ്ഡിതാക്കളുടെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ എന്നേക്കാൾ നന്നായിട്ട് വചനം പഠിപ്പിക്കുന്ന അറിയാവുന്ന കർത്തദാസന്മാരായി എന്നെ കേൾക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിക്കുക. മസിൽ പിടിച്ചിരുന്ന് എന്നെ ഒതുക്കരുത്. അപ്പം നിങ്ങൾ ഒന്ന് സ്തോത്രം പറഞ്ഞും ഒക്കെ അപ്പം ശ്രദ്ധിക്കുക. അതിൻ്റെ മുൻപുള്ള സങ്കീർത്തനവും പിൻപുള്ള സങ്കീർത്തനവും പഠിക്കണം. മുൻപും പിൻപുമുള്ള സങ്കീർത്തനങ്ങൾ എഴുതിയ വ്യക്തിയായിരിക്കും ആ തലക്കെട്ടില്ലാത്ത സങ്കീർത്തനം എഴുതിയത്. എന്നാൽ 1-ാം സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിലും ഇല്ല ആരാണ് എഴുതിയതെന്ന്. ഉണ്ടോ സുബി? ഇല്ല. മൈക്ക് കൂടെ പറ. ഇല്ല. എന്നാൽ 3-ാം സങ്കീർത്തനത്തിന്റെ മുകളിൽ കിടപ്പുണ്ട്. ദാവീദ് തന്റെ മകനാകുന്ന അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനം. വായിച്ച ഹെഡിങ് 3-ാം സങ്കീർത്തനം ഹെഡിങ്. ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ഓടിക്കൊണ്ട് പാടിയല്ലേ, പാടിക്കൊണ്ട് ഓടി. എന്തുവാ സങ്കീർത്തനം? നമ്മൾ അന്നേ സങ്കീർത്തനം കീറിയേ ചോടും. അതിന് കാരണവും പറയാം. ഇപ്പോൾ ഓടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കസേര പോയതിൻ്റെ കളിയാണെന്നില്ല കടന്ന് കളിക്കുന്നതെല്ലാം. ഇവിടുത്തെ അല്ല, പൊതുവിൽ അങ്ങ് പറയുക. കസേര പോയി കഴിഞ്ഞാൽ പിന്നെ മിക്കവർക്കും ഭ്രാന്താണ്. മുമ്പേ അച്ചായൻ ഓർപ്പിച്ചതുപോലെ അന്ത്യകാല ലക്ഷണങ്ങൾ പിന്നെ എടുത്ത് അന്യോന്യം ചെളിവാരി എറിയുക, ദോഷം പറയുക, പിന്നെ വായി വരുന്നതെല്ലാം നിങ്ങൾക്കൊന്നും അറിയാൻ മേല. പാവത്തുങ്ങൾ ഇവരെല്ലാം പച്ചപ്പരമാർത്ഥികളാണ്. അപ്പം ഈ കസേര പോയാൽ, സ്ഥാനം പോയാൽ പലർക്കും 98% ആൾക്കാർക്കും ഭ്രാന്താണ്. എന്നാൽ ദാവീദിനത് വന്നില്ല. നിങ്ങളെ വചനം അറിയാവുന്നവരാ എന്നെ കേൾക്കുന്നവരും ഇവിടെ ഇരിക്കുന്നവരും സമീപവാസികൾക്കെല്ലാം വചനം അറിയാം. ദാവീദിന്റെ സിംഹാസനം നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു, കിരീടം പോയി, പൊൻചങ്കോല് പോയി, എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ദാവീദ് ഓടുക, ഗദ്ഗതത്തോട് ഓടുക. നമുക്കറിയാം, തൻ്റെ സ്വന്തം പുത്രൻ അബ്ശാലോം തനിക്ക് വിരോധമായിട്ട് വന്നിരിക്കുക. അബ്ശാലോം അധികാലത്ത് എഴുന്നേക്ക് വന്ന പ്രാർത്ഥിക്കാനല്ല, ഭാര വെക്കാനാ. വായിച്ചേ സുബി ശൗമേലിൻ്റെ 2-ാം പുസ്തകം 15:1-2. പെട്ടെന്ന് വായിച്ചു. ഇന്ന് സുബി വാക്യം വായിച്ച് ചൂപ്പാട് വരും. ചടിയിടാന്ന് വായിര്. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 15:1. ചിലർ 2 ശൗമേല് 2 രാജ. ശൗമേൽ 1 ഉള്ളു, 2 പുസ്തകം എഴുതിയതാ. അതുകൊണ്ടാണ് ശൗമേലിൻ്റെ 2-ാം പുസ്തകം. അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. അടുത്ത വാക്യം. അബ്ശാലോം അധികാലത്ത് എഴുന്നേക്കും. പ്രാർത്ഥിക്കാനല്ല, പാര വെക്കാനാ. അധികാലത്ത് എഴുന്നേക്കും, പക്ഷേ പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതാണോ അടുത്തത്? പടിവാതിൽക്കൽ വഴിയരികെ അതാ പുള്ളിയുടെ പരിപാടി. പ്രാർത്ഥിക്കുകയായിരുന്നേ നല്ലതാ. ദാവീദ് ഒരിക്കൽ, അബ്ശാലോമിന്റെ പിതാവ് ദാവീദ് പറഞ്ഞു 63:1. പെട്ടെന്ന് വായിച്ചു, കാണാതങ്ങ് പറഞ്ഞു. എന്തിനാ വായിക്കുന്നേ? ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. പിന്നെ വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഇതാ അപ്പന്റെ രീതി ഇതായിരുന്നു. സ്തോത്രം. 3:5 വായിച്ചേ. സങ്കീർത്തനം 3:5. ഇന്ന് പെട്ടെന്ന് വായിച്ചു.
ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. ഇതൊക്കെ ആ അപ്പന്റെ രീതി. രാവിലെ എഴുന്നേൽക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ. ആരോട് പറയാനാ? ഇത് നമ്മുടെ ആൾക്കാരും പലരുണ്ട്, രാവിലെ പ്രാർത്ഥിക്കത്തില്ല, മൊബൈലിൻ്റെ ശബ്ദം കേട്ടാ എഴുന്നേക്കുന്നേ. ഉടനെ തന്നെ പറഞ്ഞാട്ടെ, ഉടനെ പിന്നെ അങ്ങ് പോവുക, പറഞ്ഞങ്ങ് പോവുക. ഒന്നേറെ റബ്ബർ തോട്ടത്തിലോട്ടോ ടെറസിൻ്റെ മണ്ടയിലോട്ടോ റോഡിലോട്ടോ പോവുക. രാവിലെ അതവിടെ വെച്ചേച്ച് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കണം. ഒരു പഴയ പാട്ടുണ്ട്, അറിയാവുന്നെങ്കിൽ ചേർന്ന് പാടിക്കുമോ? അത് ചേർന്ന് പാടണമെങ്കിൽ രാവിലെ പാടിയല്ലേ അറിയുള്ളൂ. അധികാലത്തു ജ്ഞാനത്തിൽ പടിവാതിൽ കേളുണർന്നും, അധികാലത്തു ജ്ഞാനത്തിൽ പടിവാതിൽ കേളുണർന്നും, മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളുന്നോ തന്നെ. മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളുന്നോ തന്നെ. ഞാൻ പലരെയും നോക്കി, രാവിലെ പാടിയെങ്കിലേ നോക്കുകയുള്ളൂ. ഇപ്പം നിങ്ങൾ പറയാ ഞങ്ങൾ ആ പാട്ടല്ല, അത് നന്നായി, അപ്പോൾ ആട്ടെ, സന്തോഷം. നമ്മൾ പാടുന്നത് മനമേ, അത് പാടുന്നത് 8:30, പക്ഷി അറബിക്കടൽ കഴിഞ്ഞു. ഇവിടെ അധികാലത്തു ജ്ഞാനത്തിൻ പടിവാതിൽ കേളുണർന്നു, മടിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളുന്നോ തന്നെ. മനമേ ഉണർന്നു സ്തുതിക്കാം നിൻ ദൈവത്തെ നീ, മനമേ ഉണർന്നു സ്തുതിക്കാം, മനമേ ഉണർന്നു സ്തുതിക്കാം നിൻ ദൈവത്തെ നീ. സകല ദോഷങ്ങളെയും അകലെ മാറ്റി നിനക്ക്, സകല ദോഷങ്ങളെയും അകലെ മാറ്റി നിനക്ക്, പകലോറും പൂത്തു കൃപ മകനാൽ ചോരിയും മോനെ. മനമേ ഉണർന്നു സ്തുതിക്കാം നിൻ ദൈവത്തെ നീ, മനമേ ഉണർന്നു സ്തുതിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ദാവീദും ഭക്തന്മാരും എല്ലാം അധികാലത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അബ്ശാലോം അധികാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല. ഒന്നുകൂടെ വായിച്ചു. അബ്ശാലോം അധികാലത്ത് എഴുന്നേറ്റ് പ്രാകാരത്തിൽ എഴുന്നേറ്റു പടിവാതിൽക്കൽ വഴിയരികെ നിൽക്കും. പടിവാതിൽക്കൽ പോയി നിൽക്കുക. പിന്നെ ആരെങ്കിലും വ്യവഹാരമുണ്ടായിട്ട്, ഇസ്രായേലിൽ ആർക്കെങ്കിലും വഴക്കോ പുക്കാറോ ഉണ്ടായെങ്കിൽ ഇവര് ദാവീദിനെ കാണാൻ വരും. പുള്ളിയാ രാജാവ്. രാജാവിന്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ച്, അബ്ശാലോം അവനെ ചാക്കിട്ട് പിടിക്കും. നാടൻ ഭാഷ അതാണ്, ചാക്കിട്ട് എവനെ പിടിക്കും. എവിടെ എന്നാ രാജാവിനെ മുഖം കാണിക്കാൻ ഇനി വരാൻ പറയും. എവിടാ വീട്? വീട് കിഴക്കുപുറത്താ. കിഴക്കുപുറമല്ലേ? അതുകൊണ്ടാ മര പറഞ്ഞല്ലേ കുടിയിടുന്നത്. കിഴക്കുപുറത്താ. പേരെന്നാ? പേര് തോമസ് ജോർജ്. അങ്ങനെ ഒരു പേരുണ്ട്, ക്ഷമിക്കണേ. ആട്ടെ. വീട്ടുപേര് കളയിക്കല്. കളയിക്കല് മിക്കവാറും ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. ആട്ടെ, എന്താ വിഷയം? എൻ്റെ അച്ഛാ ഇന്നതാക്കിയ വിഷയം. അച്ഛാൻ പറഞ്ഞ കാര്യമെല്ലാം നേരും ന്യായമാണ്. അടുത്ത വാക്യം വായിര്. എങ്കിലും നിന്റെ കാര്യം കേൾപ്പാൻ രാജാവ് ആരെയും കൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ 4-ാം വാക്യം വായിച്ചേ. അവനോട് അബ്ശാലോം എന്നാ പറയുന്നത്? വഴക്കും വ്യവഹാരമുള്ളവരെല്ലാം കൂടെ എന്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം ദേശത്ത് എന്നെ ന്യായാധിപതിയാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന്. അപ്പൊ ചക്കരവാക്കും മുഖസ്തുതിയൊക്കെ പറഞ്ഞ് ജനത്തെ എല്ലാം കൂടെ വശീകരിക്കാൻ തുടങ്ങി. അബ്ശാലോമേ, വശീകരണമാണ്. ഏദൻ തോട്ടത്തിൽ നടന്നത് അതാന്നല്ലോ. സർപ്പ ഉപായത്താൽ ഹവ്വയെ ചതിച്ചു, വശീകരിക്കും. വേറെ പുസ്തകം നിങ്ങൾ പഠിച്ച് അവൻ അനേക ഭക്തന്മാരെ വശീകരിച്ചു. ദലീല ശിംശോനെ വശീകരിച്ചെന്നാ. യഹോശാബാത്തിനെ വശീകരിക്കാനാ ആഗാബ് ഡിന്നർ ഒരുക്കിയത്. അപ്പൊ ചില ഡിന്നർ നിന്നെ വശീകരിക്കാനാ, ചില സ്നേഹം കാട്ടുന്നതും പറ്റിക്കൂടുന്നതൊക്കെ നിന്നെ വശീകരിക്കാനാ. അവൻ സൂത്രബുദ്ധിയോടെ നയരൂപേണ അടുത്ത് വരുന്ന വശീകരിക്കാനാ. അതുകൊണ്ടാ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു, അവൻ സർപ്പ ഉപായത്താൽ ഹവ്വയെ വശീകരിച്ചതുപോലെ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം കർത്താവിനുള്ള ഏകാഗ്രതയും ഭക്തിയും വിട്ട് വഷളായി പോകരുത്. ഇവിടെ അബ്ശാലോം വശീകരിച്ചു. വശീകരിക്കുക
ചക്കരവാക്കും മുഖസ്തുതിയൊക്കെ പറയുക, നീ പറഞ്ഞ കാര്യമെല്ലാം നേരിനായോ, നിന്റെ കാര്യം കാക്കാൻ രാജാവിന് സമയമില്ലല്ലോ. എല്ലാവരും കൂടെ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്നെ ഇതിനാക്കുമായിരുന്നു, നല്ലതായിരുന്നു, ആയിക്കോട്ടെ. എന്നിട്ട് ആരെങ്കിലും ഇവനെ കാണാൻ വന്നാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. 5-ാം വാക്യം, ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ എടുത്തു ചെന്നാൽ അവൻ കൈ നീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. കറുത്തതാണോ വെളുത്തതാണോ, കാശുണ്ടോ കാശിൽ, ഇതൊന്നും വിഷയമല്ല. വരിക, പിടിക്കുക, ഉമ്മ വെക്കുക. ആരാ വീഴാത്ത? വശീകരിക്കുക. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ ഒരു പദമുണ്ട്, അങ്ങനെ അബ്ശാലോം ഇസ്രായേലിയരുടെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു. അങ്ങനെ ഇവൻ വശീകരിച്ചു. എങ്ങനെ? ചക്കരവാക്കും മുഖസ്തുതിയും കെട്ടിപ്പിടുത്തവും മുത്തമടിയിലും ഒക്കെ ഇട്ട് ജനത്തെ വശീകരിച്ചു. 12-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലുണ്ട് ഇങ്ങനെ. വായിച്ചേ, ഇങ്ങനെ ജനം നിത്യം അബ്ശാലോമിന്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് കൂട്ടുകെട്ടിന് ബലവും വന്നു. ആ പ്രയോഗമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ. അങ്ങനെ ജനം അബ്ശാലോം വശീകരിച്ചു. ഇങ്ങനെ ജനവും ചെന്നു. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയാൽ കാര്യം ഒന്നും അറിയാൻ മേല. അങ്ങനെ ഇങ്ങനെയൊക്കെ പോയാൽ കസേര കിട്ടും, സൂത്രത്തിൽ വല്ലതുമൊക്കെ സമ്പാദിക്കാം. പക്ഷെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകണം, ഉപദേശത്തിനൊക്കെ അല്പം അയവ് വരുത്തണം. അങ്ങനെ ഇങ്ങനെയൊക്കെ, അങ്ങനെ ആണല്ലോ അപ്പോസ്തല പ്രവൃത്തിയും. ചിലർ അങ്ങനെയും ചിലർ ഇങ്ങനെ, അങ്ങനെയൊക്കെ പുസ്തകത്തിൽ വാക്യമുണ്ട്. അപ്പോൾ അങ്ങനെ വശീകരിച്ചു, ജനം ഇങ്ങനെ ചെല്ലുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നാളുകളുടെ അശ്രാന്ത പരിശ്രമത്താൽ ജനത്തെ ഇവന്റെ വരുതി കൊണ്ടുവന്നു. എന്നിട്ട് ഇവന് ദാവീദിന് വിരോധമായി തന്ത്രങ്ങൾ മെനഞ്ഞു. എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് അധികം വിവരിക്കുന്നില്ല. ജനത്തെ തൻ്റെ വരുതി കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞാൽ ദാവീദിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ പദ്ധതി കിട്ടും. അങ്ങനെ ഹെബ്രോനിലെ യാഗത്തിന്റെ പേര് പറഞ്ഞു പോയി, പെരുമ്പറ മുടക്കി വിളംബരം ചെയ്തു. അബ്ശാലോം ഹെബ്രോന് രാജാവായി. ഈ വാർത്ത ദാവീദിന്റെ കാതിലെത്തി. ദാവീദ് പറഞ്ഞു, അബ്ശാലോം ഹെബ്രോന് രാജാവായെങ്കിൽ അവൻ സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മെ വാളിന്റെ വായ്ത്തല കൊണ്ട് വെട്ടിക്കൊല്ലും. അതുകൊണ്ട് അബ്ശാലോമിന്റെ വാളിന്റെ വെട്ടേറ്റ് പെടഞ്ഞു മരിക്കുന്നതിലും ഭേദം കൊട്ടാരം വിട്ട് ഓടിപ്പോകാം. അങ്ങനെ സുപുത്രനാകുന്ന ഈ അബ്ശാലോമിനെ പിടിച്ച് ദാവീദ് കൊട്ടാരം വിട്ട് ഓടി. കൂടെ ഓടാൻ എല്ലാവരും ഒന്നും പോയില്ല, ക്ലേത്തരും പ്ലേത്തരുമാകുന്ന കുറച്ച് പേര്. അബ്യാഥാര് സാദോക്ക് പുരോഹിതന്മാരാ. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാൻ ആയുസോടെ തിരിച്ചു വരികാനെ നമുക്കൊന്ന് യോഗം കൂടാം. അങ്ങനെ ദാവീദ് ഓടി 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 കിദ്രോൻ തോട് കടന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഒലിവുമലയാ. ആ കിദ്രോൻ തോട് കടന്ന് ഒലിവുമലയുടെ കയറ്റം കയറുക. ഇതാണ് കാൽവറിയിൽ നടന്നത്. നമ്മുടെ കർത്താവ് സ്വന്തമായതിലേക്ക് വന്ന് സ്വന്തമായവരോ കൈക്കൊണ്ടില്ല. ഒടുവിൽ കർത്താവും സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടെന്ന കിദ്രോൻ തോട് കടന്നു. കിദ്രോൻ തോട് കടന്ന് ഒലിവുമലയുടെ കയറ്റം കയറുക. ദാവീദ് വളരെ മനോദുഃഖത്തോടെ വേദനയോടെ സ്വന്തം പുത്രനായി എതിരായിട്ട് വന്നിരിക്കുന്നത്. കസേര പോയി, സിംഹാസനം പോയി, കിരീടം പോയി, പൊൻചങ്കോല് പോയി, എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ഭാഷയെ പറഞ്ഞ ഉടുത്ത തുണിയല്ലാതെ വേറൊന്നും കൈവശമില്ല. വളരെ മനോദുഃഖത്തോടെ കയറി പോകുകയാ. അങ്ങനെ കയറ്റം അങ്ങനെ കയറി ചെന്നപ്പോൾ ബഹുറൂമിൽ ചെന്നപ്പോൾ ഒരുത്തം വരുന്നു. അവന് അതിന് മുമ്പ് അബ്യാഥാരിനെയും സാദോക്കിനെയും കണ്ടു. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ പോകുക, ദൈവഗത വന്നേ പിന്നെ നമുക്കൊന്നിച്ചു കൂടാം. പിന്നെ മുമ്പോട്ട് ഓടിയപ്പോൾ ഗേരയുടെ മകൻ ശിമയി, ഇവൻ ശൗൽ കുടുംബത്തിന്റെ ബന്ധുവും ബെന്യാമീൻ ഗോത്രജനുമാണ്. ദാവീദിനെ കണ്ടപ്പോൾ നാടൻ ഭാഷ പറഞ്ഞ സമനില തെറ്റി ദാവീദിനെ കല്ലും പൂടിയെല്ലാം വാരി എറിഞ്ഞു. ദാവീദ് ഓപ്പോസിറ്റ് പോകുന്നു, ഇവനെ ഇങ്ങനെ വശത്തോടെ വന്ന് കല്ലും പൂടിയെല്ലാം വാരി എറിയുക. എറിഞ്ഞേച്ച് പറയുന്നുണ്ട്, ശൗൽ കുടുംബത്തെ നശിപ്പിച്ചവന് രക്തപാതക നീജ പോ പോ. കാൽവറിയിലും ഇതാ യേശു കേട്ടത്. യേശുവിനെ ദുഷിച്ചെന്ന, നീ ദൈവപുത്രനാന്ന് ഇറങ്ങി വാ, നീ അത്ഭുതം ചെയ്തവനല്ലേ ഇറങ്ങി വാ, നീ ദൈവമാണ്. ക്രൂശിക്കിടന്ന് ഒരുത്തൻ പറഞ്ഞു, നീ ദൈവമാണ്, നിന്നെ രക്ഷിക്കുക, ഞങ്ങളെയും കൂടെ രക്ഷിക്കേ. ഇവിടെ ശിമയി പ്രാകുക, ശൗൽ കുടുംബത്തെ നശിപ്പിച്ചവനെ രക്തപാതക നീജ പോ 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 എന്ന് പറഞ്ഞ് പ്രാഗി. അപ്പൊ ദാവീദിന്റെ കൂടെയുള്ള അബീഷായി, സെരൂഗയുടെ പിള്ളേരുണ്ട്. സെരൂജ ദാവീദിന്റെ പെങ്ങളാ. 3 പിള്ളേരാ, അബീഷായി, യോബാബ്, അസാഹേല്. അവനെ പറ്റി എഴുതിക്കുന്ന കാട്ടുകലയെ പോലെ ശീക്രകാമി എന്ന. എന്തായാലും അബീഷായി യോബാബ് പറഞ്ഞു, അച്ഛാ ഇവൻ പ്രാകുകയും എറിയുകയും ചെയ്യാൻ തട്ടിയേക്കട്ടെ എന്ന് ചോദിച്ചു. നമ്മളായിരുന്നേ ഓടിപ്പോകുന്ന കൂട്ടത്തിൽ പറയും, സ്തോത്രം തട്ടിയേര് ഞാൻ അങ്ങ് അവിടെ കാണുമെന്ന് പറയും.
ഒന്ന് കൊടുത്തേക്കാൻ പറയും. ദാവീദ് പറഞ്ഞു ഒന്നും ചെയ്യരുത്. ജോടി എന്തുവായി പറയാൻ? എടാ, എൻ്റെ ഉദരത്തിൽ നിന്ന് വന്നവൻ എന്നെ കൊല്ലാൻ കൊടുവാളുമായിട്ട് നിൽക്കുക. അന്നേരം വന്നോ ബെന്യാമീൻ ഗോത്രക്കാരൻ, അവനെ വിട്. അല്ല, നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ അകത്തുള്ളവർ തന്നെ. ക്രിസ്ത്യാനിക്ക് പ്രശ്നം ക്രിസ്ത്യാനി തന്നെ കൂടുതലും. ഒന്നും അറിയാൻ മേല. ക്രിസ്ത്യാനികൾക്ക് പ്രശ്നം കൂടുതൽ ഉണ്ടാക്കുന്നത് ക്രിസ്ത്യാനി തന്നെ. പിന്നെ ബാക്കി ഞാൻ ഇപ്പോൾ പൂരിപ്പിക്കുന്നില്ലോ, അങ്ങനെ പറഞ്ഞു നിൽക്കുന്നതാ നല്ലത്. അതെ അതെ, അനുഭവിക്കുന്നവരാന്നല്ലോ ഇരിക്കുന്നതല്ല. അതുകൊണ്ടാ പറഞ്ഞത് അവൻ ബെന്യാമീൻ ഗോത്രക്കാരൻ, അവനെ വിടെ. എൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട എൻ്റെ മകൻ എന്നെ കൊല്ലാൻ പദ്ധതി കിട്ടി നിൽക്കുക, അതുകൊണ്ട് അവനെ വിടെ. എങ്കിലും ഇവൻ പ്രാഗി ശപിച്ച് ഇതെല്ലാം കേട്ടും ഏറുകൊണ്ടും മുൻപോട്ട് നീങ്ങി. ഇതാണ് നമുക്ക് വേണ്ടി ദൈവപുത്രൻ സഹിച്ചത്. ആ പുത്രനെ ചുംബിക്കണമെന്നാ കുറുവാക്യം. നമുക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ചവൻ, നമുക്ക് വേണ്ടി കുരിശുമരം ചുമന്നവൻ, നമുക്ക് വേണ്ടി ആണികളാൽ തറയ്ക്കപ്പെട്ടവൻ, നമുക്ക് വേണ്ടി രക്തം ചിന്തിക്കുവൻ, നമ്മെ രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, വിടുവിക്കുവാൻ, ശാപദോഷങ്ങൾ മാറ്റിത്തരുവാൻ ഒരുവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ ജീവനെ തന്നു. അവനെ ചുംബിപ്പീൻ. എന്തിന്? നശിച്ചു പോകാതിരിക്കാൻ. അങ്ങനെ ഏറുകൊണ്ട് പ്രാക്കേറ്റം ദാവീദ് മുമ്പോട്ട് പോയി യോർദാൻ കടവിൽ തങ്ങി. യോർദാൻ കടവിൽ തങ്ങിയപ്പോൾ അബ്ശാലോം ആളെ കൂട്ടി വന്നു. ഇടയ്ക്കത്തെ ഭാഗമൊന്നും ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. അതിനിടയ്ക്ക് അഗീതോബേൽ ദൂത് പറഞ്ഞതും അർഗനായ ഹൂശായിയെ കൊണ്ട് ആ ദൂത് അബദ്ധമാക്കിയതും ഒക്കെ നമുക്ക് 17-ാം അധ്യായത്തിന്റെ 1 മുതൽ ഓടിച്ച് വായിച്ചു. അനന്തരം അഹീത്തോഫേൽ അബ്ശാലോമിനോട് പറഞ്ഞത്, ഞാൻ 12,000 പേരെ തെരഞ്ഞെടുത്ത് ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടർന്ന് പുറപ്പെടട്ടെ. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടുമിരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് ഭ്രമിപ്പിക്കും. അപ്പൊ അവന്റെ കൂടെയുള്ള ജനമെല്ലാം ചെതറിയോടും, അവൻ ഒറ്റപ്പെടും, ഞാൻ അവനെ വെട്ടും. ഇതാണ് അഗീതോബേലിന്റെ ആലോചന. ആരാ അഗീതോബേല്? 15-12 വായിച്ചേ. അഗീതോബേൽ ആരാ? 15, 12, 16, 23. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ, അപ്പൊ ഈ ദാവീദിന്റെ മന്ത്രി അഗീതോബേൽ. ഇനി 16, 23 കൂടെ വായിച്ചേ. അക്കാലത്ത് അഹീത്തോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ ആയിരുന്നു. അരുളപ്പാടല്ല, അരുളപ്പാട് പോലെ. പ്രവചന വില്ലേലും കയറി പ്രവചിക്കുന്ന ആൾക്കാരുണ്ട്. വിമാനത്തെ കയറുമ്പം പ്രവചനം കിട്ടുന്നവരുണ്ട്. ലോക്കൽ സഭയെ പ്രവചിക്കുകയല്ല. അമേരിക്കയിൽ പോയി ഒന്നും അറിയാൻ മേല. എന്നാ നിങ്ങൾ രണ്ടുപേരും വർത്താനം പറയുന്നത്? എന്തോ പറഞ്ഞു. ഫാൻ തടസ്സമല്ലയോ? ഭയങ്കര കാറ്റ്. ഫാൻ വേണമെന്നാണോ വേണ്ടെന്നാണോ? കറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, ആരായി അഗീതോബേല്? ഒന്ന് ദാവീദിന്റെ മന്ത്രിയാ. അതിലെ 15-22 അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ 15-12 മുമ്പേ വായിച്ചില്ലേ? അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രി അഗീതോബേല് ദാവീദിന്റെ മന്ത്രിയാ. മാത്രമാണോ 16-23 പ്രവാചകനാ, കുടുംബത്തിന്റെ ഉപദേഷ്ടാവാ. ദാവീദിനും അബ്ശാലോമിനും ഒക്കെ ആലോചന പറഞ്ഞു കൊടുക്കുന്ന അഗീതോബേല. അപ്പൊ ശ്രദ്ധിക്കുക, സ്വന്തം മന്ത്രിയും കുടുംബത്തിന്റെ ഉപദേഷ്ടാവായി ഇപ്പൊ നേരെ എതിരായിട്ട് വന്നേക്കുന്നേ. അബ്ശാലോമേ, നീ പേടിക്കേണ്ട, ദാവീദിനെ ഇന്ന് രാത്രി ഞാൻ പിന്തുടരും. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടിരിക്കുന്ന അവനെ ഞാൻ വെട്ടും. കൂടെയുള്ളവർ ഓടും, ഇവൻ ഒറ്റപ്പെടും, വെട്ടുവന്ന്. ആ കണ്ണികക്കകത്ത് സഭയോട് 3 ദൂത് പറയാനുണ്ട്. ഒന്ന്, ഒന്നിച്ചിരിക്കുന്നവനെ ചെതറിപ്പിക്കും. പിശാചിന്റെ തന്ത്രമാണ്. ഐക്യതയെ കെടുത്തുക. വീട്ടിലാന്നേലും സഭയിലാന്നേലും സെന്ററിലാന്നേലും മേഖലയിലാന്നേലും കേന്ദ്രത്തിലാന്നേലും എവിടാന്നേലും ഒന്നിച്ചു നിൽക്കുന്നതിനെ ഭിന്നിപ്പിക്കുക എന്നുള്ളത് ആ പിശാചിന്റെ തന്ത്രം. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും പിടികിട്ടുന്നില്ല. പിടികിട്ടാടിയല്ല, എല്ലാം വലിയ അഗ്രഗണ്യന്മാരാ. പക്ഷെ പിശാചിന്റെ കൂടെ അങ്ങ് കയറുക. അല്ലെ, അറിയാൻ മേലായിട്ടാണോ? കൊള്ളാം, തിയോളജിയുടെ മുഴുവൻ വശവും പഠിച്ചു വച്ചിരിക്കുക. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഒന്നിച്ചു നിൽക്കുന്നതിനെ ഭിന്നിപ്പിക്കുക. 2, പിന്തുടരും. 3, അഭിഷിക്തനെ വെട്ടുക. ഇതാണ് അഗീതോബേലിന്റെ ആലോചന. 1 ഭിന്നിപ്പിക്കുക, 2 പിന്തുടരുക, 3 വെട്ടുക. വെട്ടിക്കൊല്ലുവന്ന്.
ഇന്ന് വരാ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളോട് പറയാം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ആശയ പശകൊക്കെ കാണും, അഭിപ്രായ വ്യത്യാസം കാണും. പക്ഷെ അത് പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ക്ഷമ ചോദിച്ചുമൊക്കെ യോജിച്ച് മുമ്പോട്ട് പോയാൽ ഒരു ശക്തിയും നമ്മെ ജയിക്കത്തില്ല. പിശാചിന് ഇടം കൊടുക്കരുതെന്ന. അപ്പൊ ഇവന് പറഞ്ഞത് ഒന്ന് പിന്തുടരും, രണ്ട് ചിന്തിപ്പിക്കും, പിന്തുടരും, വെട്ടും. അഗീതോബലിന്റെ ആലോചന. ആരാ അഗീതോബൽ? ദാവീദിന്റെ മന്ത്രിയാണ്, കുടുംബത്തിന്റെ ഉപദേഷ്ടാവാ. ഈ മന്ത്രി ഉപദേഷ്ടാവ് എന്നെ ഇപ്പൊ നേരെ എതിരായി. മുമ്പേ കേട്ടല്ലോ നന്ദിയില്ലാത്തവരെ പറ്റി, നന്ദി കെട്ടവരെ. ഇപ്പൊ നന്ദി കെട്ടവനാ ഇവനും. അതെന്നെ ഇപ്പൊ എതിരാകാൻ ഒരു കാര്യമുണ്ട്, വചനത്തിൽ നിന്ന് പറയാം. എതിരാകാൻ കാര്യം ഇപ്പൊ നമ്മുടെ ഭാഷയെ പറയാനാ നല്ലത്. പണ്ടത്തെ ഒരു ചൊരുക്ക. നമ്മൾ ഈ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും മറുഭാഷ പറയുകയും ചാടുകയും മറിയുകയും ചെയ്താൽ ഈ ചൊരുക്കൊന്നും പോകുകയില്ല. നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റും, ഇവർക്കൊന്നും അറിയത്തില്ല കേട്ടോ. ഈ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചാടുകയും തുള്ളുകയും ഒക്കെ ചെയ്താൽ എല്ലാവരുടെയും കാര്യമല്ലെങ്കിലും മിക്കതിൻ്റെ അകത്തിൽ നിന്ന് ചൊരുക്ക് പോകുകയല്ല. അതില്ലേ ചിലർ പറയാന്ന് കേട്ടിട്ടില്ലയോ, എല്ലാം എൻ്റെ ഉള്ളിലുണ്ട് കറിയാച്ച, അവസരം കിട്ടുമ്പോൾ ഇവനെ ഞാൻ അടുത്ത കമ്മിറ്റി ആട്ടി ഇവനെ ഞാൻ ഒതുക്കിയില്ലെങ്കിൽ പറയല്ലേ. പാവത്താനം ഒന്നും മിണ്ടുന്നില്ല, കാരണം പറഞ്ഞാൽ കുഴപ്പം, പറഞ്ഞില്ലേ അത് പേടിച്ചിരിക്കോ. സമാധാനത്തോട് ഒക്കെ ഞാൻ ഏറ്റെടുത്തോളാം. ദൈവത്തിന് മകത്ത് കോൺസണി അല്ല, മനുഷ്യന്റെ എല്ലാം അകത്ത് ചൊരുക്കിരിക്കുക. എന്നാൽ നമുക്ക് യേശുവിന്റെ മനസ്സ് വേണം. എന്താ യേശുവിന്റെ മനസ്സ്? തന്നെ അവൻ ശകാരിച്ചവരെ പകരം ശകാരിച്ചില്ല, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണപ്പെടുത്തിയില്ല. പിന്നെയോ ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ മുഴുവൻ കാര്യവും പരമേൽപ്പിച്ച പരമവിശുദ്ധന ക്രിസ്തു. ഈ ഒരു സ്വഭാവം എനിക്ക് നിങ്ങൾക്ക് ഈ കൺവെൻഷൻ കഴിയുമ്പോൾ അത് ഉണ്ടാകണം. അല്ല എല്ലാവരും കൺവെൻഷൻ നടത്തി, കടപ്പുകാരന്മാരും കൺവെൻഷൻ നടത്തി, കൊള്ളായിരുന്നു, ഉടനെ അഭിപ്രായം പറഞ്ഞു, ലൈറ്റ് നല്ലതായിരുന്നു, നല്ല വെട്ടവും വിളിച്ചോ ഉണ്ടായിരുന്നു, പത്തനാപുരംകാരെ പാടാനും വിളിച്ചു, എന്തോ പാട്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസം കാവാലം പാസ്റ്റർ, ഇപ്പൊ അങ്ങനല്ലേ പറഞ്ഞത്, കാവാലം പാസ്റ്റർ തകർത്തു, എന്തോ തകർത്തു. നാളൊരുത്തം പറഞ്ഞു പൊളിച്ചെന്ന്. ഈ വെടല വർത്താനം പറയാതെ ഇങ്ങനെയൊക്കെയാ ഇപ്പൊ ഓരോ എന്തോ അതിന് പറയുന്നത്, ഇതിനൊക്കെ കൊടുക്കുകയല്ലേ, എന്തോ അതിന് പറയുന്നത്, ഹെഡിങ് എന്തോ, എനിക്ക് ഇംഗ്ലീഷ് വശമില്ലാതായി. ക്യാപ്ഷനോ ഇരിക്കട്ടെ, ഇംഗ്ലീഷ്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇതൊന്നും ശരിയായ പദവുമല്ല, പ്രയോഗമല്ല. അങ്ങനെയൊക്കെയാ ഇപ്പൊ പറയുന്നത്, പൊളിച്ചു, തകർത്തു. പിന്നെ എന്തുവാ, അസാധാരണമായ ഒരുത്തം പോലും സ്തോത്രം പറഞ്ഞില്ല, എന്നിട്ടും കൊടുക്കുന്നത് എല്ലാവരും ഇങ്ങനെ വാറുതാനിരിക്കും പോലെ ഇരിക്കും. എന്നിട്ട് പറയാം ഇതൊരു അസാധാരണമായി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും നടത്തി ഞങ്ങളും നടത്തി എന്നുള്ളതല്ല. ഓരോ യോഗം കഴിയുമ്പോഴും പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരു വ്യതിയാനം ഉണ്ടാകണം, ഒരു മാനസാന്തരം ഉണ്ടാകണം. യേശുവിന്റെ സ്വഭാവം എന്താ? കർത്താവിന്റെ ദിവ്യ സ്വഭാവം ഒത്തിരി ഉണ്ട് പറയാൻ. ദൈവത്തിന്റെ മകത്ത് തന്നെ ശകാരിച്ചിട്ട് പകരം ചെയ്യരുത്. ഞാൻ നിങ്ങളുമെല്ലാം പകരം ചെയ്യുന്നവരും പകരം ചെയ്യുമെന്ന് പറയുന്നവരുമാണ്. പൊതുവെ പറഞ്ഞില്ലെങ്കിലും അത്ര അടുത്തുള്ളവരോട് പറയും, ഇവന് ഞാൻ പകരം കൊടുക്കും, ഇവനെ ഞാൻ പൊതുവെ പറയത്തില്ല. പൊതുവെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കത്തില്ലയോ. അതൊക്കെ ഇവനെ ഞാൻ ഒതുക്കും, ഈ പ്രാവശ്യം ഇവൻ ഇല്ലേ. നമ്മളെല്ലാം പകരം ചെയ്യുന്നവരാ, പാടില്ല. യേശുക്രിസ്തു നമുക്ക് തന്ന മാതൃക പകരം തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ കഷ്ടപ്പെടുത്തി ആരെയും ഭീഷണിപ്പെടുത്തിയില്ല. അടിച്ചവരും ഉപദ്രവിച്ചവരും മുതുക് ഉടവജാല പോലെ നീളത്തിൽ കീറത്തക്ക വിധത്തിൽ ആ ചാട്ടവാറ ചുഴറ്റി അടിച്ച് പറിക്കുമ്പോൾ പച്ചമാംസം ആ തിരുശരീരത്തിൽ നിന്ന് പറഞ്ഞു മാറുമ്പോഴും അടിച്ചവരെ ആരെ യേശു ഭീഷണിപ്പെടുത്തിയില്ല. ഇല്ല. ഞാൻ നിങ്ങൾ വരുന്നപ്പോൾ അടിച്ചോടാന്ന് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. 3-ന്റെ അന്ന് ഉയർത്ത് വരട്ടെ, അതിനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ അങ്ങനെയല്ലേ ഓരോരുത്തർക്ക് സ്ഥാനമൊക്കെ കിട്ടുമ്പോൾ ജോർജ് കുട്ടി എൻ്റെ കൂടെ നിന്നോണം, ഞാൻ കയറി കഴിഞ്ഞാൽ നിന്നെ സെൻട്രൽ പാസ്റ്റർ ആക്കും. അങ്ങനെയൊക്കെ ആക്കിയവരുമുണ്ട്, ആക്കാത്തതിന് പ്രശ്നം ഉണ്ടാക്കിയ സ്ഥലങ്ങളും ഉണ്ട്. ഇതൊക്കെയാണ് നടക്കുന്നത്. അല്ലെ ഇന്ന സ്ഥാനത്താക്കാം, ഇല്ല എന്നോട് കൂടെ നിന്നാ മതി, ഇതൊക്കെ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ യേശുവിൻ്റെ സ്വഭാവം അതല്ല.
തന്നെ ഉപദ്രവിച്ചവരെ, ആക്ഷേപിച്ചവരെ, പഠിച്ചവരെ, ദുഷിച്ചവരെ ഒന്നും തിരിച്ച് ഭീഷണിപ്പെടുത്തിയില്ല. മാത്രമാണ് ഉയർത്തിട്ട് പോലും തന്നെ അടിച്ചവന്റെ മുമ്പ് യേശു ചെന്നില്ല. ഇല്ല, ചെന്നാൽ അവൻ പേടിക്കുകയല്ലേ. നമ്മളാണ് ഉയർത്താൽ ആദ്യം ചെല്ലുന്നത് പീലാത്തോസിന്റെ പാലസിന്റെ വാതൊക്കെ കറുത്ത ഗ്ലാസ് ഇട്ട കാറയല്ലേ, അവിടെ ചെന്നിട്ട് കീ നോണടിക്കും. പീലാത്തോസ് നോക്കുമ്പോൾ അയ്യോ മിനിഞ്ഞാന്ന് അവൻ അറ്റാക്ക് വന്ന് താഴെ വീഴും. നമ്മളൊന്നും മിണ്ടത്തില്ല, ഇങ്ങനെ വണ്ടിക്കകത്തൊരു സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. പീലാത്തോസ് എങ്ങാനും കണ്ടാൽ താഴെ വീഴുകയല്ലേ. യേശു അങ്ങനെ പോലും ചെന്നില്ല. പ്രത്യക്ഷപ്പെട്ടതും തൻ്റെ അരമ ശിഷ്യന്മാർക്കാണ്. ദൈവത്തിന് മഹത്വം. അതാ യേശുവിൻ്റെ ദിവ്യ സ്വഭാവം. ഗെത്സമനെ വധിച്ച് പിടിക്കാൻ വന്നപ്പോൾ ആ കൂടെയുള്ളൊരു മഹാപുരോഹിതന്റെ ദാസന്റെ കാത് വെട്ടി താഴെ കിട്ട്. കാത് വെട്ടിയപ്പോൾ അവൻ വേദന കൊണ്ട് പെടയ്യ. യേശു മനോവേദനയില. കാരണം ഗെത്സമനയിലെ പ്രാർത്ഥനയെ പറ്റി ഇങ്ങനെ അടിച്ചിരിക്കുന്നത് പ്രാണവേദനയിലായെന്ന. അതെ ഇല്ലേ? ഒരു പാട്ടിന്റെ വരി ഒന്ന് പാടാമോ? എനിക്ക് എടുത്ത് പാടാനൊക്കെ. അതാ കേൾക്കുന്നു ഞാൻ ഗെത്സമന തോട്ടത്തിലെ പാപിയെനിക്കായി കൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദം. പാപിയെനിക്കായി കൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദം. അതാ കേൾക്കുന്നു ഞാൻ ഗെത്സമന തോട്ടത്തിലെ പാപിയെനിക്കായി കൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമിതേ. പാപിയെനിക്കായി കൊന്തലറിടുന്ന പ്രിയന്റെ ശബ്ദമതേ. അവിടുത്തെ വിയർപ്പ് രക്തത്തുള്ളിയായി വീണു. മാത്രമാണോ ആമേൻ, സ്തോത്രം. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനാ മരിക്കുന്നത് പ്രാണവേദനയില്ല. ശരീരവേദനയെക്കാളും കടുപ്പമാ പ്രാണവേദന. അപ്പൊ പ്രാണവേദനപ്പെട്ട് നിൽക്കുന്ന യേശു അല്പം കഴിഞ്ഞ് ക്രൂശിക്കപ്പെടാൻ പോകയാ. അന്നാരും തന്നെ ഉപദ്രവിക്കുവാൻ, പിടിക്കുവാൻ, വരിഞ്ഞു കെട്ടുവാൻ വന്ന ശത്രുവിന്റെ കാർ അറുത്തിട്ടിരിക്കുക. പക്ഷെ യേശുവിന്റെ ദിവ്യ സ്വഭാവം താൻ പ്രാണവേദനയിൽ ഇരിക്കുമ്പോഴും ശത്രുവിന്റെ വേദനയ്ക്ക് പരിഹാരം വരുത്താൻ ആ താഴെ വീണ കാതെടുത്ത് ഫിറ്റ് ചെയ്തു. അതാ യേശു. ആ ദിവ്യ സ്വഭാവം പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകണം. യോഗം കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകും, യോഗത്തിനിരിക്കുമ്പോൾ ഉണ്ടാകും. 2 മണിക്കൂറല്ലേ, 2.5 മണിക്കൂർ അപ്പോ ചുമ്മാ ഉറക്കം കൂവും പോലിരുന്ന്. നിങ്ങൾ കണ്ടിട്ടില്ലയോ തിരുമേശയൊക്കെ നടത്തുമ്പോൾ വലിയ ആക്ഷന, ഹല്ലേലൂ, പിന്നെ അങ്ങ് വാദപ്പനി വന്നതുപോലെ. ഇത് കഴിഞ്ഞൊന്ന് കമ്മറ്റി കൂടിക്കുക, അന്നേരം തനിനിറം. എന്നാ നിങ്ങൾക്കെല്ലാം ഒരു ഉള്ള കാര്യമായി പറയുന്നേ. പുറകോട്ടൊന്നും നോക്കണ്ടെന്ന് മുന്നോട്ട് തന്നെ നോക്കിക്കോ. ഉള്ള കാര്യമാണ് പറയുന്നത്. പുള്ളി എറുകണ്ണിട്ട് പുറകോട്ട് നോക്കുന്നു. ഒന്നും നോക്കണ്ട, ഇതൊരു ഉള്ള കാര്യമായി പറയുന്നേ. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും യേശുവിന്റെ സ്വഭാവം ഉണ്ടായിരിക്കണം. ഓരോ യോഗം കഴിയുമ്പോഴും, ഓരോ കൺവെൻഷന് പ്രസംഗിച്ച് കഴിയുമ്പോഴും എനിക്കും രൂപാന്തരം ഉണ്ടാകണം. ഓരോ കൺവെൻഷനെ സംബന്ധിച്ച് നിങ്ങൾക്കും വ്യത്യാസം വരണം. അങ്ങനെയെങ്കിൽ യോഗം വിജയിച്ചു. അതാ യോഗത്തിന്റെ വിജയം. അല്ലാതെ ആള് കണ്ടമാനം വന്നിറങ്ങിയോ, വണ്ടി കൂടി ബ്ലോക്കായി, അവസാനം സ്വോത്രം ഭക്ഷണം തികഞ്ഞില്ല, യോഗം വിജയമായിരുന്നു. അതാണ് വിജയം. വന്നവർക്കെല്ലാം, പ്രസംഗിച്ചവർക്കും വന്നവർക്കും പാട്ടുകാർക്കും മൈക്ക് ഓപ്പറേറ്റ് ചെയ്തവർക്കും വീഡിയോ എടുത്തവർക്കും സകലർക്കും പ്രസംഗിച്ചവർക്കുമൊക്കെ സ്വഭാവത്തിന് ഓരോ യോഗം കഴിയുമ്പോൾ മാറ്റം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ യോഗം വിജയിച്ചു. യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദാവീദും അങ്ങനെ തന്നെയാ, ഒന്നും എതിർത്തില്ല. അപ്പൊ അഗീറോബേൽ തനിക്കെതിരെ ദൂത് പറഞ്ഞു. ആ ദൂത് പറഞ്ഞത്, ഇന്ന് രാത്രി ഞാൻ പിന്തുടരും, അവൻ ചിദ്രിപ്പിക്കും, വെട്ടും. ഇത് കേട്ടാ പക്ഷെ ദാവി ദൂത് കറക്റ്റാന്നേലും ദൈവം അതങ്ങ് അബദ്ധമാക്കി. പക്ഷെ അഗീറോബേൽ ആരാ? ദാവീദിന്റെ മന്ത്രി.
ഈ സ്വന്തം മന്ത്രി തന്നെ ഇപ്പൊ എതിരായിട്ട് വന്നത് വചനം പഠിക്കുന്നവർക്ക് അറിയാം. അത് പണ്ടത്തെ ചൊരുക്ക. എന്താ ചൊരുക്ക്? ഈ ശൗമേലിന്റെ 2-ാം പുസ്തകം 11-12 അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ഊരിയാവിന്റെ ഭാര്യ എന്ന സ്ത്രീയെ ബത്ശേബയെ ദാവീദ് സൂത്രത്തിൽ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഭാഗമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഈ ബത്ശേബ എന്ന് പറയുന്ന സ്ത്രീയെ ഈ അഗീതോബലിന്റെ കൊച്ചുമകളാണ്. അഗീതോബലിന്റെ കൊച്ചുമകളാ. ബത്ശേബയുടെ ആ സ്ത്രീയുടെ ഭർത്താവിനെ പറ്റി അന്വേഷിച്ചപ്പോൾ എലിയാമിന്റെ മകളെന്നൊക്കെയാ കൊടുത്തിരിക്കുന്നത്. നിങ്ങളാണ്ട് 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ് തോന്നുന്നു. ഒന്ന് ശ്രദ്ധിച്ചു വായിക്കണം ആ ഭാഗം കേട്ടോ. ഞാൻ പറയുന്നതേ വായിക്കാവൂ. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. ഏലിയാമിന്റെ മകളും ഏലിയാമിന്റെ മകളും. ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിച്ചോ സുബി. ഏലിയാമിന്റെ മകളും അങ്ങനെ വായിക്ക സുമി. അപ്പോൾ ദാവീദ് ആള് വിട്ട ആ സ്ത്രീയെ ഒന്ന് അന്വേഷിച്ചു, ഈ സ്ത്രീ ഏതാണ്. അപ്പോൾ അന്വേഷണത്തിന് പോയ ആള് പറഞ്ഞു, ആ പെൺകുട്ടി എലിയാമിന്റെ മകളാ. ആരാ എലിയാം? അത് പറയാം. ദാവീദിന് ധാരാളം വീരന്മാരുണ്ടായിരുന്നു. എല്ലാം മിടുമിടുക്കന്മാരാ ദാവീദിന്റെ വീരന്മാര്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 23-8 മുതലൊന്ന് വായിച്ചേ. 23-8 മുതല്. ദാവീദിനുണ്ടായ വീരന്മാരുടെ പേരുകളാവിത് തക്കമോന്യൻ, മതി വായിക്കണ്ട, ഇനിയും താഴോട്ടെല്ലാം കട്ടിയുള്ള പേരാ. അപ്പൊ എന്നാലും വായിച്ചു തരുന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ വീരന്മാരുടെ പട്ടിക അങ്ങോട്ട് പറഞ്ഞു വന്ന് ബെനയാവ് എന്ന് പറയുന്നൊരുത്തനുണ്ട്. പിന്നെ ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും കല്ലെറിയാൻ പ്രാപ്തന്മാരാണ്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. എല്ലാ വാക്യവും എടുക്കാൻ നേരമില്ല, പെട്ടെന്ന് നാളെ ഉണ്ടല്ലോ. കീശിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്നപ്പോൾ നമുക്ക് പോകേണ്ടതാ വീട്ടില്. വീടി വായിര്. കീശിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർത്തിരുന്ന കാലത്ത് സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവരാവിത് അവർ വീരന്മാരുടെ കൂട്ടത്തിൽ ദാവീദിന് യുദ്ധത്തിൽ തുണ ചെയ്തു. അടുത്ത വാക്യം. അവർ വില്ലേളികളും വലങ്കൈ കൊണ്ടും ഇടങ്കൈ കൊണ്ടും കല്ലെറിവാനും വില്ലുകൊണ്ട് അമ്പെയ്യുവാനും സമർത്ഥ്യന്മാരുമായിരുന്നു. വീരന്മാരാ. വലങ്കൈക്കും ഇടങ്കൈക്കും കല്ലെറിയും. വലങ്കയ്യന് വലങ്കൈ മാത്രമേ വശമുള്ളൂ, ഇടങ്കയ്യന് വലങ്കയും വശമാണ്. ഇങ്ങനെയുള്ള വീരന്മാരാ ദാവീദിന്റെ കൂടെയുള്ളവര്. മാത്രമാണോ ഇവര് സിംഹമുഖന്മാരാന്നാ. ആ 12-7 വായിച്ചേ. 12-7. യാശോബ്യം ഗദോറിൽ നിന്നുള്ള യെരോഹാമിന്റെ പുത്രന്മാരായ വായിച്ചോ. യോവേല, സെബദ്യാവ് പരിചയും കുന്തവും എടുപ്പാൻ പ്രാപ്തന്മാരും പിന്നെ വീരന്മാരും യുദ്ധാഭ്യാസികളും ഗാദിയരെ പിരിഞ്ഞ് ദുർഗത്തിൽ ദാവീദിന്റെ അടുക്കൽ വന്നു. അടുത്ത വാക്യം. അവർ സിംഹമുഖന്മാരാണ്. മതി, എല്ലാം എടുക്കാൻ നേരമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മിടുമിടുക്കന്മാരാ കൂടെ, സിംഹമുഖന്മാരാ, ഇടങ്കൈക്കും വലങ്കൈക്കും കല്ലെറി. ഇത്ര വീരന്മാരാ കൂടെ ദാവീദിന്റെ കൂടെ. കർത്താവിന്റെ വേലക്കാരും ഇങ്ങനെ ആയിരിക്കണം. ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും ഈ മെറ്റിലെടുത്തെറിയുന്ന കാര്യമല്ല പറഞ്ഞേ. ദൈവവചനം തൊടുത്തു വിടണം. സ്തോത്രം. ഒരു ശുശ്രൂഷയ്ക്ക് നിർത്തിയാൽ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുകയാ. ഇടങ്കൈക്കും വലങ്കൈക്കും കല്ലെറിയണം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരരുത്. ശവോടൊക്കെ നടത്തിയാലും കല്യാണം നടത്തിയാലും ഭവന പ്രതിഷ്ഠയാന്നേലും കൊച്ചിന്റെ പ്രതിഷ്ഠയാന്നേലും കൺവെൻഷൻ ആന്നേലും ലീഡ് ചെയ്തതാന്നേലും എന്തുവാന്നല്ല ഇടങ്കൈക്കും വലങ്കൈക്കും. കല്യാണം നടത്തുമ്പോൾ ചെറുക്കനോട് പറയേണ്ടത് പെണ്ണിനോട് പറയുക, പെണ്ണിനോട് പറയേണ്ടത്. പിന്നെ അവർ നേരത്തെ എല്ലാം പറഞ്ഞേച്ച് വന്നിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഇതൊന്നും വിഷയമല്ല. എങ്ങനെയും കൈ പിടിപ്പിച്ചേച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പറയാനാ അവരിയ്ക്കുന്നു. ഇങ്ങനെ ഒന്നും വെക്കേണ്ട ഉള്ള കാര്യമാണ്. ചിലർക്ക് കർത്തൃമേശ പോലും നടത്താൻ ഇടം കഴിക്കുമ്പോൾ ഒരു ഇതുമില്ല. അപ്പം അടുത്ത് ചോദിച്ചു ഇനി എന്നാ ചെയ്യണമെന്ന്. അപ്പം മറ്റേ പുള്ളി തന്നെ ഞങ്ങൾ തിന്നോളാൻ. കാരണം പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തതിൻ്റെ കെറിവുണ്ടേ. അങ്ങനെയുണ്ട്. ഒരുത്തനെ ഞാലിയ പാതിയപ്പള്ളി കടവിൽ മുക്കി. അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കറിയാം ഇവ മുക്കി ആ ശരിയാകുകയല്ലെന്ന്. ചിലതിനെ കാണുമ്പോൾ അറിയാം. ഞാൻ ചോദിച്ചു, പേര് പറയുന്നില്ല,
ആരെങ്കിലും സെൻട്രൽ പാസ്റ്റർ ആരെങ്കിലും വിളിച്ചിട്ട് ഓ ഞാൻ മുക്കും, കഴിഞ്ഞ ആഴ്ചയെ മുക്കിയെന്ന്, ആയിക്കോട്ടെ. അയ്യോ ദൈവമേ സങ്കടം തോന്നി. അവിടെ ചെന്ന് ഈ കടവിലൊക്കെ മുക്കുമ്പോൾ നേരത്തെ പോയി അവിടെയൊക്കെ ഒന്ന് നോക്കണ്ടേ, കല്ലോ കട്ടയോ ചെളിയോ കുഴിയോ വല്ലതും ഉണ്ടോയെന്ന്. എല്ലാം കൂടെ പാട്ട് പാടി അങ്ങോട്ട് ചെന്ന് കന്നി ആടും പോലെ വെള്ളത്തിൽ ചാടി. ആ പെങ്കൊച്ചിനോട് ബാ എന്ന് കോഴിയെ വിളിക്കുമ്പോൾ ബാ ഇത് എന്നതാ പറയണ്ടെന്നോ ഇത് ഒന്നും അറിയാൻ മേല. അവസാനം ഏതാണ്ട് കല്ലയിലെങ്ങാണ്ട് നിന്ന മുക്കിയപ്പോൾ ഇവനും അങ്ങ് മുങ്ങി. രണ്ടും മുങ്ങി വെച്ച് വെള്ളവും കുടിച്ച് നിൽക്കുക. പിന്നെ പറയാനും അറിയാൻ മേല. പിന്നെ ഒരു പാട്ട് പാടി ഇത് ഒരു പരുവത്തിന് ഉള്ള കാര്യമായി പറയുന്നേ. ശുശ്രൂഷയ്ക്ക് പക്വതയില്ലെങ്കിൽ പരിജ്ഞാനമില്ലെങ്കിൽ അതിന് പക്വതയും പരിജ്ഞാനമുള്ള കർത്തദാസന്മാരെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രാപ്തന്മാരെ കൊണ്ട് ആമന ശ്രേഷ്ഠന്മാരെ ദൈവം തന്നിട്ടുണ്ടെന്ന്. അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചാൽ ആക്ഷേപമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ചിലർ ഓർക്കുന്നത് ഞാനിത് ചെയ്തില്ലെങ്കിൽ ഏതാണ്ട് ക്ഷീണമാണ്. അല്ല, എൻ്റെ ഒരു അഭിപ്രായം പറയാം, നീ ചെയ്യാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കുറച്ചുകൂടെ നിനക്ക് മാന്യതയാണ്, ബഹുമാനമാണ്. പണ്ട് ഞങ്ങൾ ഒരു ടീം പ്രവർത്തനത്തിന് പോയി, ഒരാൾ ആശീർവാദം പറയാൻ പറഞ്ഞു. ആശീർവാദം പറഞ്ഞത് പ്രാർത്ഥനയായി, കണ്ണുനീരായി, എന്തോ ബഹളമായിരുന്നു. എന്ത് ചെയ്തിട്ട് ആശീർവാദം നിൽക്കുന്നില്ല. അയ്യോ ഉള്ള കാര്യമായി പറയാൻ. അപ്പൊ ദാവീദിന്റെ വീരന്മാര് ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും കല്ലെറിയുവാൻ പ്രാപ്തന്മാരാ. കുഞ്ഞോനച്ചാനത് മൊത്തം വായിച്ച് പഠിക്കുകയാന്നോ? ഇതെല്ലാം ഉള്ള കാര്യമാ. ദൈവത്തിന് പുള്ളി ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതില്. ദൈവത്തിന് മകത്ത്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും കല്ലെറിയുവാൻ മിടുക്കന്മാർ, പ്രാപ്തന്മാർ, ഇങ്ങനെയുള്ള വീരന്മാരാ തന്റെ കൂടെ ഉള്ളത്, സിംഹമുഖന്മാരാ. അപ്പോൾ അതുകൊണ്ട് ദാവീദ് മിടുമിടുക്കനാ. അപ്പൊ അതുകൊണ്ട് ഈ അഹീരോബലിനെ കൊണ്ട് ദൂറ് പറയിപ്പിക്കുക, ഇവനെ ഞാൻ കൊല്ലും, വെട്ടും. അപ്പോൾ അഹീരോബലിന്റെ ആലോചനയെ ദൈവം അങ്ങ് അബദ്ധമാക്കി. അർഗനായ ഊശായിയെ കൊണ്ട് അഹീരോബൽ ദൂത് പറഞ്ഞു വെച്ച് പോയപ്പോൾ അബ്ശാലോം പറഞ്ഞു ഹൂശായിയെ വിളിക്കുക, അവന്റെ ദൂതൂടെ കേൾക്കാം. വായിച്ച് സുബി 17:5 ശമൂവേലിന്റെ 2-ാം പുസ്തകം. എന്നാൽ അബ്ശാലോം അർഗനായ ഹൂശായിയെ വിളിക്കുക, അവന്റെ അഭിപ്രായം കൂടെ കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. ഹൂശായി അബ്ശാലോമിന്റെ അടുക്ക് വന്നപ്പോൾ അബ്ശാലോം ഹൂശായിയോട് അഹീതോബൽ ഇന്ന പ്രകാരമെല്ലാം പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യണോ അല്ലെങ്കിൽ നീ പറയാൻ പറഞ്ഞപ്പോൾ ഹൂശായി അബ്ശാലോമിനോട് പറ. അഹീതോഫേൽ ഹൂശായി അബ്ശാലോമിനോട് അഹീതോബൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവന്റെ ആളുകൾ വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ ഉഗ്രമാനസനാ. നിന്റെ അപ്പൻ നല്ല യോദ്ധാവാ. അവൻ ജനത്തോടു കൂടെ രാമാർക്കത്തില്ല. അവൻ ഇപ്പോൾ വല്ല ഗുഹയിലോ മറ്റു വല്ല സ്ഥലത്തോ ഒളിച്ചിരിക്കും. അതുകൊണ്ട് ആരംഭത്തിക്ക് തന്നെ ഇവര് ചിലർ പട്ടുപോയാൽ അബ്ശാലോമിന്റെ പക്ഷക്കാരി മഹാസംഹാരമുണ്ടാകുന്ന ഇസ്രായേൽ മക്കളെല്ലാം കൂടെ അറിയും. അവൾ സിംഹകൃതിയുള്ള ശൂരനും കൂടെ ആ ശേഷം ഉരുകിപ്പോകും. സുബി പിണങ്ങരുത്, ഞാൻ സമയം പോയത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ലെ സഹോദരി ഓർക്കും വലിയ കാര്യത്തിൽ മൈക്കും തന്നെ എന്നെ ഇരുത്തി അയാൾ തന്നെയല്ല അങ്ങ് അങ്ങനെ ചിന്തിക്കരുത്. നാളെ ഇഷ്ടം പോലെ വാക്യം ഞാൻ തരാം വായിക്കാൻ. ഇന്നിപ്പോൾ സമയം പോയത് കൊണ്ടാ. പിണക്കമൊന്നുമില്ലല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. സമയത്തെയും കൂടെ കണക്കിലെടുത്താം. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ തന്ത്രങ്ങൾ മെനഞ്ഞ് തന്നെ തകർക്കാൻ നോക്കുക. അഹീതോബലിന്റെ ആലോചനയെ അബദ്ധമാക്കി ഇങ്ങനെ ദാവീദ് പേടിച്ചോടി ഓടി ഓടി യോർദാൻ കടവിൽ തങ്ങുക. എന്തിനേറെ, യോർദാൻ കടവിൽ തങ്ങിയപ്പോൾ അർഗനായ ഹൂശായിയെ കൊണ്ട് അഹീതോബലിന്റെ ആലോചനയെ അബദ്ധമാക്കി. ആലോചന മാത്രമാണോ അബദ്ധമാക്കിയത്? അവനെയും കൂടെ ഒതുക്കി ദൈവം. 17:23 പെട്ടെന്ന് വായിര്. എന്നാൽ അഹീതോഫേൽ തന്റെ ആലോചന നടന്നില്ലെന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്തെ കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിൽ ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടിഞ്ഞാന്ന് മരിച്ചു. കെട്ടിഞ്ഞാന്ന് യാഗാന്ന് എങ്ങനെ യാകണം? എങ്ങനെ? എല്ലാം ക്രമപ്പെടുത്തിയേച്ച് യാഗാന പെണ്ണം കുഞ്ഞമ്മ ആധാരം ഇന്നെടുത്തിരിപ്പുണ്ട്, എൻ്റെ പാസ്ബുക്ക് ഇതാണ്, ATM കാർഡ് ഇന്നത്, എല്ലാം അങ്ങനെ ചെയ്യാവൂ. അല്ല ചുമ്മാ അങ്ങോ കയറുമായിട്ട് പോയി പ്ലാവയിലോട്ട് കയറുകയല്ല. അയ്യോ, വേദ പുസ്തകത്തിൽ എല്ലാത്തിനും വചനമുണ്ടെന്ന്. തൂക്കിച്ചാകാൻ വരെ. പക്ഷെ ഒരു കാര്യം, തൂക്കിച്ചത്താൻ നീ സ്വർഗത്തിൽ പോകുകയല്ല, നീ നരകത്തിൽ പോവാ. നിന്റെ ആത്മാവിനെ നശിപ്പിക്കുക. ആത്മഹത്യ പരിഹാരമല്ല കേട്ടോ, പരിഹാരം യേശുവിലുണ്ട്. അല്ലാതെ അടക്കി കയറി പറയണമല്ലോ. ദൈവത്തിന് മഹത്വം. ആത്മഹത്യ പരിഹാരമല്ല, വിഷം കഴിക്കുന്ന പരിഹാരമല്ല, സ്നേഹിത മദ്യമല്ല പരിഹാരം, ലോകത്തിന്റെ മോഹമല്ല പരിഹാരം. പരിഹാരം നസറയനാകുന്ന യേശു ക്രിസ്തുവിലുണ്ട്.
മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. ഇന്ന് രാത്രിയെ രക്ഷകൻ ഇവിടെ വന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ പ്രാരാബ്ധത്തിൽ പലവിധ വിഷമസന്ധികളിൽ അവൻ നാടുവിടുന്നതോ ആത്മഹത്യ ചെയ്യുന്ന പരിഹാരമല്ല. അവൻ ഇന്ന് രാത്രി പരിഹാരം യേശുവിലുണ്ട്. അഭിഷിക്തന് വിരോധമായി ഇവൻ ദൂത് പറഞ്ഞു, ദൂതും അബദ്ധമാക്കി ഇവനെ അങ്ങ് ഒതുക്കി. അങ്ങനെ ദാവീദ് യോർദാൻ കടവിൽ തന്ന ഒടുവിൽ അഹീമാസിന്റെ യോഹനാഥാന്റെ ആലോചനയാൽ യോർദാൻ കടവ് കടന്ന് മഹനയീമിൽ ചെന്നു. മഹനയീമിൽ ചെന്നപ്പോൾ അവിടെ 3 പേര് ഭക്ഷണം കൊണ്ട് കൊടുത്തു. അതുകൂടെ വായിച്ച ആ ഭാഗം അങ്ങ് നിർത്താം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27. ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബായിൽ നിന്ന് നാഹാഷിന്റെ മകൻ ശോബി, ലോദേബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാക്കീർ, രോഗേലീമിൽ നിന്ന് ഗിലെയാദ്യൻ ബർസില്ലായി. ചെറിയ വരയുണ്ടല്ലോ, വായിച്ചോ വായിച്ചോ ശരിയാണ്, നന്നായിട്ട് വായിക്കുന്നുണ്ട്, തെറ്റുന്നൊന്നുമില്ല. തെറ്റിയിട്ട് പറഞ്ഞതല്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വായിച്ചോ. ഗിലെയാദ്യൻ ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിന് കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. അപ്പോൾ ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഗാഷിന്റെ മകൻ ശോബി, ലോദേബാരിൽ അമ്മിയേലിന്റെ മകൻ മാഗിർ, രോഗേലീമിൽ നിന്ന് ഗിലെയാദിനായ ബർസില്ലായി 3 പേര്, ശോബി, മാഗിർ, ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്ന് അവര് പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇങ്ങനെ അബ്ശാലോമിനെ പേടിച്ച് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമാണ് 3. ആമേൻ, സ്തോത്രം 2. ഇതെല്ലാം ഓടിയപ്പോ പാടിയതാ. 3-ാം സങ്കീർത്തനോ 4-ാം സങ്കീർത്തനം ഒക്കെ ഓടിപ്പോയപ്പോ. ഇനി സങ്കീർത്തനം 3-ന്റെ ഹെഡിങ് ഒന്നുകൂടെ വായിച്ചോ സുബി. ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടവനായി, കിരീടം നഷ്ടപ്പെട്ടവനായി, പൊൻചൊങ്കോൽ നഷ്ടപ്പെട്ടവനായി, അവൻ കൊട്ടാരം വിട്ട് സകലതും നഷ്ടപ്പെട്ട് ഓടുക. സ്വന്തം മകൻ തനിക്കെതിരെ മന്ത്രി വിരോധമായി വന്നു. ശിമയി പ്രാകാൻ തുടങ്ങി, ശപിക്കാൻ തുടങ്ങി, കസേര നഷ്ടപ്പെട്ടു. പക്ഷെ അങ്ങനെയല്ല നഷ്ടപ്പെട്ട എന്റെ ഭാഷ പറയാ, പാട്ടും പ്രാർത്ഥനയും കുറഞ്ഞില്ല, പാട്ടും പ്രാർത്ഥനയും നിന്നില്ല. ആ 3-ാം സങ്കീർത്തനം രാവിലെ പാടിയതും 4-ാം സങ്കീർത്തനം രാത്രി പാടിയതാ. 3-ന്റെ 5 മുമ്പേ വായിച്ചതാ, ഒന്നുകൂടെ വായിര്. 3-ന്റെ 5. ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. അപ്പൊ ഇത് രാവിലെ പാടിയതാ. ഇനി 4-ന്റെ ഒടുവിൽ വായിച്ചേ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഉറങ്ങുമെന്ന. അപ്പൊ ഉറങ്ങിയില്ല, ഉറങ്ങാൻ പോവാ. സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും. നീയല്ലോ യഹോവ എന്നെ നിർഭയം. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ 3-ാം സങ്കീർത്തനം രാവിലെ പാടിയതും 4-ാം സങ്കീർത്തനം രാത്രി പാടി. എപ്പോൾ? ഓടിപ്പോയപ്പം. ഒന്നുമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കിടക്കാൻ ഇടമില്ല, മെത്തയൊന്നുമില്ല, ഭൗതിക വസ്തുക്കൾ ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടവനായി പോയിട്ടും പാട്ടും പ്രാർത്ഥനയും കുറഞ്ഞില്ല. ഞാൻ ബെന്തിക്കോസുകാരോട് പറയാ, നിന്റെ കുടുംബത്തിനകത്തെ രാവിലെ പ്രാർത്ഥനയും സന്ധ്യപ്രാർത്ഥനയും മുടങ്ങരുത്. ഇത് നല്ല പൂണന്റെ തീറ്റി നിന്ന് വെച്ച് പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ഓത്രവും പറയുകയല്ല. പിന്നെ എല്ലാം കട്ടിലേ കയറി ഷൂ വെപ്പ, പാമ്പ് ചീറ്റും പോലെ. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ചിലര് സന്ധ്യക്കൊക്കെ പ്രാർത്ഥിക്കും ദൈവത്തെ ബോധിപ്പിക്കാനാ. അല്ല, മൊബൈലിൽ നോക്കി, അതും നോക്കി, ഇതും നോക്കി. യോഗ ഇല്ലാത്ത ദിവസത്തെ കാര്യമായി പറയാനേ. സകല കേസ് കഴിഞ്ഞ അവസാനം അച്ചായൻ ചോദിക്കും, പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയെന്ന് പോലും പറയത്തില്ല, പ്രാർത്ഥിക്കാം. ഉടനെ ബാ, എല്ലാവരും ബാ. ഉടനെ താള തുടങ്ങിക്കോ. ഉടനെ അച്ചായൻ കസാലിൽ ഇങ്ങനെ കിടക്കുക. ബാ. അവനെന്തിയേ? ആര്? ബ്ലസൻ. അവനെ വിളിക്കും. അവൻ അവിടെ മിക്ക വീട്ടിലും ഇങ്ങനെ ബ്ലസനെ വിളിച്ചാലേ നിങ്ങൾക്ക് പ്രാർത്ഥന വരുമോ? എന്നാ ബ്ലസിയെ വിളിക്കും. ഇതുങ്ങളെ വിളിച്ചാൽ പ്രശ്നമാ മിക്കടുത്തും. എന്നാ ഒരു പാട്ട് പാടും. പണ്ടൊരു തള്ള പാടുന്നത് ഞാൻ വഴി കൂടെ പോയപ്പോൾ ഉറക്കെയാ പാടുന്നത്. റോഡിൽ കൂടെ പോയപ്പോൾ കേൾക്കുക. നിങ്ങൾ പാടിയിട്ട് അങ്ങനെയാണോ എന്ന് അറിയത്തില്ല. ഉറക്കെ അങ്ങ് പാടുന്നവന് കേൾക്കാം. തള്ളക്ക് ഇത് ബോധമൊന്നുമില്ലെന്ന്. പാടുക. ആമേയെ പോൽ നമ്മെ
അമ്മയെന്നുള്ളതാ. വയ്യ, ആമയെ പോലാണോ നിന്നെ ഓമനിച്ചേ? വേറെ ഒത്തിരി ഉണ്ട്, എല്ലാം പറഞ്ഞാൽ വലിയ അസ്വസ്ഥത ഉണ്ടാകും. ആ ചരിഞ്ഞ് കിടന്നുള്ള പാട്ടും. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ഭക്ഷണമില്ലെങ്കിലും വസ്ത്രമില്ലെങ്കിലും ജീവിതത്തിൽ പ്രാരാബ്ദവും ബുദ്ധിമുട്ടുമുണ്ടെങ്കിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളോടും സകല ദൈവജനത്തോടും പറയാ, നിന്റെ കുടുംബാരാധന മുടങ്ങരുത്. രാവിലെ വൈകിട്ടുമുള്ള പ്രാർത്ഥനയ്ക്ക് ഭംഗമുണ്ടാകരുത്. അവൻ ഭർത്താവ് വീട്ടിലില്ലെങ്കിലും പിള്ളേരില്ലെങ്കിലും ഉള്ളവർ സന്ധ്യയാകുമ്പോൾ പാട്ടുപാടി ആത്മാവിൽ ബലപ്പെടണം. പ്രശ്നം വന്നപ്പോഴല്ല ദാനിയേൽ പ്രാർത്ഥിച്ചത്, ചെയ്തു വരുന്ന പതിവുണ്ടായിരുന്നെന്ന്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഓടിപ്പോയപ്പോഴും ദാവീദ് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. 3, 4 അങ്ങനെ ഓടിയപ്പോൾ പാടിയ സങ്കീർത്തനങ്ങളാണ്. ഇങ്ങനെ പോയപ്പോൾ ആ സങ്കീർത്തനം പാടിയപ്പോൾ 2-ാം സങ്കീർത്തനവും ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദ് എഴുതിയതാണ്. അതിന് തെളിവ് 2-ാം സങ്കീർത്തനത്തിൽ ഇല്ലെങ്കിലും ആദിമസഭയ്ക്ക് പീഡയുണ്ടായി. പീഡയുണ്ടാകാൻ കാരണം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലിരുന്ന മുടന്തൻ സൗഖ്യമായി. പത്രോസ് യോഹന്നാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വല്ലതും കിട്ടുമെന്ന് കരുതി ഭിക്ഷ ചോദിച്ചു. അവര് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല, യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞാൽ, സഹോദര, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല. ഒരു തരി പോലുമില്ല, ഒരു മോതിരം പോലും ഉണ്ടെങ്കിൽ പിന്നെ പറയല്ലേ, അയ്യോ ഇത് വെഡിങ്ങിൻ്റെയാ പറയല്ലേ. ഓ എന്നാ ഒന്നും ഇല്ലെന്ന്, തരി പോലുമില്ല. വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ല. പക്ഷെ ഒരു കാര്യം, അതിന്റെ മർമ്മം ഇതാ, നീ ഉദ്ദേശിക്കുന്ന വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശമില്ലെങ്കിലും വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒന്ന് ഞങ്ങളുടെ കൈവശമുണ്ട്. അല്ല, കൈവശമുണ്ടെന്നല്ല, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. തേനിനേക്കാൾ തേൻകട്ടേക്കാൾ മധുരമുള്ള ദൈവവചനം, പൊന്നിനേക്കാൾ തങ്കത്തേക്കാൾ ആഗ്രഹിക്കത്ത ദൈവത്തിന്റെ വചനം. എന്താ വചനം? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ, ആ വചനം ദൈവമാ. ആ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തത, അതാണ് നസറയനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ജനിച്ചതേ എല്ലാവരുടെയും ജനനം പോലായിരുന്നു. യേശുവിന്റെ ജനനം വിശേഷപ്പെട്ട ജനനമല്ലേ? എന്തുവാ യേശുവിന്റെ ജനനത്തിന്റെ വിശേഷത? അത് ഒത്തിരി ഉണ്ട്. നാളെ ഒക്കെ നിങ്ങൾക്ക് ചില കാര്യം പറയാം. എങ്കിലും ഇടയ്ക്ക് കയറിയൊരു കാര്യം പറയാം. ഞാനും നിങ്ങളും ജനിച്ചതും യേശു ജനിച്ചത് അല്ല. ഇവിടെ വന്ന മഹാന്മാരും ഉന്നതന്മാരും സമുദായം നേതാക്കന്മാരും രാഷ്ട്രീയ പ്രഭകന്മാരും പണ്ഡിതന്മാരും മതനേതാക്കന്മാരും ദൈവം കളിച്ചു വന്ന പുള്ളിക്കാരും ഇപ്പം ദൈവം കളിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരും പെണ്ണുങ്ങളെല്ലാം അങ്ങ് ദൈവം കളിക്കുക, ചുമ്മാ ദാരിയും ചുറ്റി ദൈവം കളിച്ച് നടക്കുക. ആണെന്ന് ഇഷ്ടം പോലെ കാശുമുണ്ട്. ഇവരുടെ എല്ലാം ജനനം പോലല്ല യേശുവിന്റെ ജനനം. എന്താ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ വിശേഷത? 2 കാര്യം പറഞ്ഞു വിട്ടേക്കാൻ. 2 കാര്യം. ഒന്ന്, ഈ ജനനത്തെ പറ്റി ദൈവം നേരിട്ട് ദൂതനെ അയക്കുക. മറിയയുടെ അടുക്കലും യോസേപ്പിന്റെ അടുക്കലും ദൂതൻ വന്നാ പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഒരു ദൂതൻ ഇങ്ങോട്ട് വന്ന് പറയുക. ഇങ്ങനെ ആരുടെ ജനനം നടന്നു? സ്വർഗത്തിൽ നിന്ന് ദൂതനെ വിട്ട് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞിട്ടില്ല. ദൂതൻ വന്ന് പറഞ്ഞു. മാത്രമാണോ? വെളിമ്പ്രദേശത്ത് ആട്ടിടയന്മാര് രാത്രിയിൽ പാർക്കുമ്പോഴേ ആദ്യം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടത്. വായിച്ചേ, ബാക്കി ഒന്ന് വായിച്ചേ. 2:8 ലൂക്കോസ് 2:8. അന്ന് ആ പ്രദേശത്ത് സുബിക്ക് നല്ല തിട്ടമുണ്ടല്ലോ, വചനം എടുത്തു വെച്ചേക്കുകയായിരുന്നു, ഞാൻ കണ്ടു. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ വന്ന് വായിച്ചു തരണം. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അടുത്തത്, അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ ആദ്യം ഒരു ദൂതൻ, ജനനമേ വിശേഷപ്പെട്ട ജനനമാ. ആദ്യം ഒരു ദൂതൻ ഇങ്ങോട്ട് വന്നു. അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, അപ്പം ബഹുവചനമല്ല, ഏകവചനമാ. ഒരു ദൂതൻ അവരോട്, ദൂതന്മാരെന്നല്ല, ദൂതനാ, ഏകവചനം. അപ്പോൾ ഈ ദൂതൻ വന്ന് പറയുകയാ, പിന്നെ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിന്നോട് സുവിശേഷിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ജനനത്തിന്റെ വിശേഷത, ജനിച്ച കാര്യം പറയാൻ ദൈവം ഒരു ദൂതനെ അങ്ങോട്ട് അയച്ചു. ഇവിടെ വന്ന് ജനിച്ച ആരുടെ കാര്യമാ ദൂതൻ വന്ന് പറഞ്ഞേ?
ഇന്നൊരു ജനിച്ചു, ദൂതം എന്ന് പറഞ്ഞതാ. പിന്നെ യേശുവിന്റെ ജനനം മഹത്വമുള്ള ജനനമാണ്. മാത്രമാണോ, എല്ലാ വാക്യവും എടുപ്പിക്കുന്നില്ല. ആ 11 മുതൽ വായിച്ചേ. 11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ഒരു സംഘം ആ ജനനത്തിന്റെ വിശേഷത പെട്ടെന്ന് നോക്കുമ്പോൾ ദൂത സൈന്യം എന്നങ്ങോട്ട് നിരന്നു. എൻ്റെ ഭാഷയെ പറയുക കേട്ടോ. ഹാർമോണിയം കാണാൻ സാധ്യത കാണും, നാഗസ്വരമോ ഇതെല്ലാം വാദ്യോപകരണങ്ങളെല്ലാം കാണും. അല്ലാതെ ഒരു തമ്പേർ മാത്രമല്ല. നിങ്ങളേലും അല്ലേലിയ പറയുമെന്ന് ഓർത്ത് അത് നിങ്ങൾ എല്ലാം കണക്കാ. നിങ്ങൾക്കും ഗുണം വരട്ടെന്ന് ഓർത്തപ്പം ഞാൻ പറഞ്ഞ ആരും കേൾക്കരുതെന്ന് ഓർത്ത് പറഞ്ഞതാ. എന്നാലും പറഞ്ഞല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ യേശുവിന്റെ തിരുപ്പിറവിയുടെ മഹത്വം ഒന്ന്, ഒരു ദൂതൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ജനിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ആരുടെ ജനനത്തെ പറ്റി പറഞ്ഞു? ഏതോ ഒരു മതപണ്ഡിതന്റെയോ മതനേതാവിന്റെയോ സമുദായ നേതാവിന്റെയോ രാഷ്ട്രീയക്കാരന്റെയോ ഉന്നതന്മാരുടെയോ ആരുടെയെല്ലാം ജനനം സ്വർഗത്തിൽ നിന്ന് ദൂതം വന്ന് പറഞ്ഞു. മാത്രമാണോ, ആ തിരുപ്പിറവി അങ്ങോട്ട് കഴിഞ്ഞപ്പം നമ്മുടെ കർത്താവ് ഇങ്ങനെ ശിശു ദൈവത്തിന് മകത്ത് ശീലകൾ ചുറ്റി അട്ടിടകൂട്ടമാകി വന്ന നേരം കീർത്തിശീലയിൽ കിടന്ന യേശുദേവ. കൂട്ടമായി വന്ന നേരം കീർത്തിശീലയിൽ കിടന്ന യേശുദേവ. പട്ടിനുള്ള മൂല വസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ ഈ ക്ലിഷ്ടമിടപ്പു കണ്ടു നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെ യുദ്ധീപനിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരുജനനത്തിന്റെ മഹത്വം എല്ലാവരുടെയും ജനനം പോലല്ല. ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവി, ആ തിരുജനനം നടന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇങ്ങോട്ട് വന്ന് പറയുക ശിശു ജനിച്ചെന്ന്. നമ്മള് ജനിച്ചത് ആരാ പറഞ്ഞേ? നേഴ്സ് പറഞ്ഞു കാണും. ഇവിടുന്ന് അങ്ങോട്ട് ആണാന്നോ പെണ്ണാണോ എന്ന്. ഉടനെ അവിടുന്ന് പെണ്ണ ആണ്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ പിന്നെ മൊബൈലിൽ കൂടെ ഒക്കെ അറിയിക്കുന്നുണ്ട്. അത് ഈ സംവിധാനം ഒന്നുമില്ലെന്നേ. നമ്മൾ ജനിച്ചത് ആദ്യം കുറച്ച് പേരെ അറിഞ്ഞുള്ളൂ. പക്ഷേ ആ ജനിച്ചത് ദൂതനൊന്നുമല്ല പറഞ്ഞത്. യേശുവിന്റെ തിരുജനനം ദൂതനാവെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ദൈവം ദൂതനെ വിട്ടെന്ന്. അതാ ജനനത്തിന്റെ മഹത്വം. മാത്രമാണോ, ജനനം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മുഴുവൻ ദൂതന്മാര് വന്നങ്ങോട്ട് നിരക്കാൻ തുടങ്ങി. വായിച്ചേ വായിച്ചേ വായിച്ചേ. സൈന്യത്തിന്റെ ഒരു സംഘം. അല്ലാതെ അല്പം കൂടെ കയറ്റി വായിച്ചോ, 2 പദവും കൂടെ മുകളിലോട്ട് കയറ്റി. നിങ്ങൾക്കടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പിന്നെ പെട്ടെന്ന് ഈ ജനനത്തിന്റെ മഹത്വം പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. സ്വർഗീയ സൈന്യമാ കേട്ടോ. അയ്യോ, സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം, ഒരു വലിയ സംഘം. എന്റെ അഭിപ്രായം അങ്ങനെ കോടിക്കണക്കിന് ദൂതന്മാര്. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയാ. കാരണം ഈ കിടക്കുന്ന ശിശു അവൻ വെറുമൊരു ശിശുവല്ല, അഖിലാണ്ടങ്ങളുടെ ഉടയവനാ. വചനം ജഡമായി വന്നവനാ. ഈ സർവത്തെ സൃഷ്ടിച്ചവനായി പിറന്നു കിടക്കുന്നത്. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലതും അവൻ ഉളവാക്കി, അവനായിട്ട് ഉളവാക്കി. ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിലുണ്ട്.
പ്രൈസ് ദി ലോർഡ്. അവൻ ധന്യനാകുന്ന ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവനാ ഇന്ന് രാത്രി അവിടുന്ന് നമ്മുടെ നടുവിലുണ്ടെന്ന്. ഇത് പറഞ്ഞിട്ട് ഒരനക്കമില്ലല്ലോ. പറക്കുവോ പറക്കാതിരിക്കുവോ, കിടക്കുവോ കിടക്കാതിരിക്കുവോ. പെട്ടെന്ന് യോഗം നിർത്തി ഞങ്ങൾക്ക് പോയി 2 ഉണക്ക ചപ്പാത്തി അടിച്ച് മലന്ന് കിടക്കണ്ട. യേശുവിന്റെ തിരുജനനത്തെ പറ്റിയായി പറയുന്നേ. ദൈവത്തിന് മഹത്വം. എന്താ ഇവിടുത്തെ തിരുജനനം? എല്ലാവരുടെയും ജനനം പോലെ അല്ല. അഖിലാണ്ടങ്ങളുടെ ഉടയവൻ, സർവത്തെ ഒറ്റ വാക്കുകൊണ്ട് ചമച്ചവൻ, സകലത്തെ ഉളവാക്കിയവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയാ. ഒരു ദൂതനെ ആദ്യം ഇങ്ങോട്ട് വിട്ടു. തിരുപ്പറമ്പി പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആകാശമണ്ഡലം മുഴുവൻ ദൂതന്മാരാ. സകല വാദ്യ ഉപകരണങ്ങളും കൊണ്ട് പാട്ട. അങ്ങനെ വായിച്ചേ അത്യുന്നതങ്ങളിൽ അല്ല, അല്പം കൂടെ കയറ്റി വായിച്ചോ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. പിന്നെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. പിന്നെ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്. എനിക്ക് തോന്നുന്നത് കുറേയേറെ നേരം നല്ല പാട്ടും ആരാധനയാ, സ്തുതിയെ. ഏറെ നേരം ഈ വാദ്യോപകരണങ്ങളെ കൊണ്ട് ചിറകൊക്കെ വിരിക്കുമ്പോൾ അല്ലയോ ശബ്ദം. ഏതെല്ലാം അങ്ങനെ അല്ലയോ എസക്കേൽ 28 അങ്ങോട്ട് ഇപ്പൊ കയറുന്നില്ല. ഒക്കെന്തെങ്കിൽ നാളെ വരാം. ദൈവത്തിന് മഹത്വം. നിന്നെ തീർത്ത നാളിൽ നിന്റെ നടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന ഈ ടൈപ്പ് ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചെന്ന് ആ വാദ്യ ഉപകരണങ്ങൾ വെച്ച് അവൻ തിരുപ്പിറവിയെ ഘോഷിക്കുക. അല്ല, എല്ലാവരുടെയും ജനനം പോലെ യേശുവിന്റെ ജനനം അത് മഹത്വമുള്ള ജനനമാ. മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, അവൻ സർവ്വജനത്തിനും രക്ഷ വരുവാൻ, സർവ്വജനത്തെ വീണ്ടെടുക്കുവാൻ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, നിന്നെ രക്ഷിക്കുവാൻ നമുക്കൊരു രക്ഷിതാവ് ഇന്ന് രാത്രി ഇവിടെ പിറന്നിട്ടുണ്ട്. യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ വിടുവിക്കും, യേശു നിനക്ക് സമാധാനം തരും, യേശു നിന്നെ സൗഖ്യമാക്കും. ഇന്ന് രാത്രിയിൽ അവിടുത്തെ തൃപ്പാരത്തിൽ സമർപ്പിക്ക്. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. ഞാൻ സമയം പോയത് കൊണ്ട് ജോൺസനെ അങ്ങ് നിർത്തുക. സെൻട്രൽ പാസ്റ്ററുടെ അനുവാദം നിർത്തുക. നാളെ പോരായോ ബാക്കി? മതി. പണ്ടൊരാൾ പറഞ്ഞ എന്നെന്നില്ല പിന്നെ പൊന്നേന്ന് എന്തിനാന്ന് ചോദിച്ച പോലെ. ആയിക്കോട്ടെ, നിങ്ങൾ നേരത്തെ 5 മണിക്കൊക്കെ വന്നവരുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്നില്ല. ഇതിൻ്റെ ബാക്കി നാളെ ദൈവം അനുവദിച്ചാൽ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുക. എന്നെ ക്ഷണിച്ചതിന് നന്ദി. നാളെയും വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ തരേണ്ടതിന് ദൈവമക്കളുടെയും ബഹുമാനപ്പെട്ട ദൈവദാസന്മാരുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുക. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു മാത്രം രക്ഷിതാവ്, മറ്റൊരുത്തലും രക്ഷയില്ല. വഴിക്ക് വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിച്ചോണം. ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ കൂടാൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടാ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വരുവീൻ. കൈയടിച്ച് ചേർന്ന്
മറത്ത എല്ലാ ബലഹീനം കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കി നടത്തിനരാ വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ ഇന്ന് യേശു വിളിച്ചിടുന്നു. വരുവീൻ. നല്ല സമയം ഓ, ദിരിപിക്കമല്ലപ്പെട്ടവല്ല, ദിരിപിക്കമല്ലപ്പെട്ടവല്ല, ദിരിപിക്കമല്ലപ്പെട്ടവല്ല. യേശു വിളിച്ചിടുന്നു. ഓ, വരുവീൻ. ഈ നല്ല സമയം വൃഥാവാക്കാതെ ഇന്ന് യേശു വിളിച്ചിടുന്നു. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. കർത്താവ് അനുവദിച്ചാൽ നാളെ നമുക്ക് ഒന്നിച്ചുകൂടി വീണ്ടും വചനം ധ്യാനിപ്പാൻ അവസരം ദൈവം തരട്ടെ. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്ന ഒരപേക്ഷ. ഞാൻ നാളെ ഇന്നിച്ചിരി ശരീരത്തിന് പ്രയാസമുള്ളത് കൊണ്ടാണ് താമസിച്ചത്. നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് മറ്റു കുഴപ്പം പിന്നെ ഉണ്ടായില്ല. നന്ദി. ദൈവം അനുവദിച്ചാൽ നാളെ ഒരു 7 മണിക്ക് എനിക്ക് സമയം തരികയാണെങ്കിൽ നമ്മുടെ തരാമോ? ഞാനൊരു 6:45 വരാം. ഒരു 7-ന് തന്നാൽ ഒരു 9:30 വരെ പറയാനുണ്ട്, അതുകൊണ്ടായി പറഞ്ഞു. അപ്പം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥന അപേക്ഷിക്കുന്നു. താങ്ക് യു.